ഹായ് ചങ്ങായിമാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ലുസൈൽ മറീനയിലാണ്. ഇത് മറീന നോർത്ത് ട്രാം സ്റ്റേഷനാണ് കേട്ടോ. ഈ ലുസൈൽ ട്രാമിൻ്റെ സ്റ്റേഷനുകളൊക്കെ ഏകദേശം ഈ ഒരു ആകൃതിയിലാണ്. ഇങ്ങനത്തെ ഇലക്ട്രിക് വണ്ടികൾ ഇവിടെ മിക്കവാറും എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ലൈറ്റുകളൊന്നും ഓഫാക്കിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ സമയം 4:45 കേട്ടോ രാവിലെ. ഇവിടെ നല്ല സീറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഷോപ്പുകളൊക്കെ മിക്കവാറൊക്കെ വൈകുന്നേരങ്ങളിലാണ് ഷോപ്പുകളൊക്കെ ആക്റ്റീവ് ആകുക. ഇവിടെ ക്ലീനിങ്ങിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ നല്ല വാഷ്റൂമുകളും അതുപോലത്തെ പ്രയർ ഹാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ താഴെ കാണുന്നതൊക്കെ LED ലൈറ്റുകളാണ് കേട്ടോ. ഇതൊക്കെ നല്ല രസമാണ് രാത്രിയൊക്കെ കാണാൻ. ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ കോഫി ഷോപ്പുകളാണ്. ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഇവിടെ ഇങ്ങനെ കുറച്ച് ഫ്രെയിമുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്, നല്ല രസമുണ്ട് കാണാൻ. രാത്രിയൊക്കെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നുകൂടി ഉഷാറാവും. രാവിലെ തന്നെ നടക്കാനും ഓടാനൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ഡോറൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതൊരു കോഫി ഷോപ്പോ റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. എന്തായാലും ഇപ്പോൾ ഓപ്പൺ അല്ല, ക്ലോസ് ആണ്. ഇവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈന്തപ്പനയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഏരിയ കേട്ടോ. കംപ്ലീറ്റ് ഫുഡിൻ്റെ ഏരിയ ആണിത്. ഇവിടെ ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട്, പക്ഷേ രാവിലെ വളരെ കുറച്ച് മാത്രമേ തുറന്നിട്ടുള്ളൂ. രാത്രിയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ ഈ ഏരിയയിൽ. കുറേ ഷോപ്പിനൊക്കെ സീറ്റിങ്ങൊക്കെ പുറത്താണ്, നല്ല കാറ്റൊക്കെ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇവിടെ കണ്ടോ കുറേ ഭാഗത്ത് മരം കൊണ്ടാണ് കേട്ടോ ഈ ഫ്ലോറൊക്കെ ചെയ്തിട്ടുള്ളത്. നടക്കുന്ന ഈ ഏരിയ കംപ്ലീറ്റ് മരമാണ്. ഇതിൽ കുറേ LED ബൾബുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഏരിയയിലൊക്കെ കുറേ ബോട്ടുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറുതും വലുതും കുറേ ബോട്ടുകളൊക്കെ കാണാം. നമ്മളിതാ നടന്ന് കിടന്ന് ഈ ബിൽഡിങ്ങിൻ്റെ നേരെ താഴെ എത്തിട്ടോ. ഇവിടുന്ന് മേലോട്ട് നോക്കുമ്പോൾ ഭയങ്കര വലിപ്പമുള്ളൊരു ബിൽഡിങ്ങാണിത്. ഈ ഒരു സാധനം കണ്ടോ നിങ്ങൾ? ഇത് മറ്റേ അറബികളൊക്കെ തലയിൽ വെക്കുന്നൊരു സാധനമല്ലേ, കറുത്ത ഒരു വട്ട്. അതിൻ്റെ ഒരു ഡിസൈനാണ് ഇവിടെ കമ്പി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ എണ്ണം. ഇതെവിടെ കണ്ടാവും. ഇവിടെ രാത്രി സമയങ്ങളിലൊക്കെ നല്ല ലൈറ്റിങ്ങും മറ്റേ പിന്നെ വെള്ളം അങ്ങനെ പൊന്തി വരുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഉള്ള നല്ല വൈബുള്ളൊരു ഏരിയ അത്. ഇവിടെയൊക്കെ സംഭവം തന്നെ കേട്ടോ. വെള്ളം കൊണ്ടുള്ള പരിപാടിയാണ് ഇവിടെ കംപ്ലീറ്റ്. വെള്ളവും ലൈറ്റും. ഇവിടെ പുതിയൊരു ഹോട്ടൽ കൂടി വരുന്നുണ്ട്. ഹോട്ടൽ തന്നെ ആയിരിക്കും. അത്യാവശ്യം നല്ല 2 വലിയ ബിൽഡിങ്ങുകൾ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, പണി കഴിഞ്ഞിട്ടില്ല. ഇത് ലുസൈലിൻ്റെ മിക്കവാറും എല്ലാ സ്ഥലത്തുനിന്നും കാണുന്നൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതിൽ 2 ഹോട്ടലുകളാണ്. അതായത് ഒരു ഭാഗത്ത് റാഫിൾസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, പിന്നെ മറ്റേ ഭാഗത്ത് ഫെയർമൗണ്ട് ഹോട്ടലും കൂടിയാണ്. അങ്ങനെ 2 5 സ്റ്റാർ ഹോട്ടലുകളുള്ള ഈ ബിൽഡിങ്ങിൻ്റെ മൊത്തത്തിലുള്ള പേര് കത്താറ ടവേഴ്സ് എന്നാണ്. ഇവിടെ ബോട്ടിനൊക്കെ ഫ്യൂൽ അടിക്കാനുള്ള ഒരു സ്റ്റേഷനും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 6 മണി കഴിഞ്ഞിട്ടോ. നമ്മൾ വന്നിട്ട് ഏകദേശം 1.5 മണിക്കൂറായി. എന്തായാലും നല്ല ചൂടാണിപ്പോൾ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇല്ലാത്തൊരാളിത് അവിടെ വന്ന് നിർത്തിയിട്ടുണ്ട്. ഒരു ആഡംബര ബോട്ട് കേട്ടോ. ബോട്ട് എന്നുണ്ടെങ്കിൽ പറയാം. എന്തായാലും നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ, നല്ല ചൂടുമുണ്ട്. രാവിലെ തന്നെ ചൂടിനൊരു കുറവുമില്ല, രാവിലെയാണെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളെ വണ്ടി ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി. നമുക്കിങ്ങനെ ചെറിയ ചെറിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവാം.